നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ലതും മനോഹരമായിട്ടുള്ള ഈ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ അങ്ങേ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സഭാവിശ്വാസികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷയുടെ ആദ്യ അവസാനം അവിടെ ദിവ്യമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിഹയുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാന കീർത്തനങ്ങളിൽ 72-ാം കീർത്തനം, ഹിൻ നമ്പർ 72. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. എന്നാൽ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. തൃത്വത്തിനു സ്തുതി. പേജ് നമ്പർ 34. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. നാമത്തിൽ വന്നവനായിരിക്കുന്നു, വാഴ്ത്തപ്പെട്ടവനാവുന്നു. സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. പേജ് നമ്പർ 5. മനുഷ്യർക്കു സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ഔന്നതനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തെ വലുപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാവലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം ഇല്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവ്വതുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം.
നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. പേജ് നമ്പർ 42. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവർത്തിയിലും നിനക്ക് വിരോധമായി പാവം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണമായ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടുകാരോട് ഞങ്ങളെപ്പോൾ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തിൽ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. കരുണയുള്ള കർത്താവേ, നിൻ്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാവമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ കാര്യവിചാരക ഞായർ, കാര്യവിചാരകത്വം, ജീവൻ്റെ പൂർണ്ണതയും സഹവർത്തിത്വവും നിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തിയ നിത്യകർമ്മോന്മുഖനായ ദൈവമേ, ഞങ്ങൾ ലഭ്യമായ വിഭവങ്ങളുടെ ചുമതല ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഭയപ്പെട്ടും നിന്നുള്ള വിശ്വസ്തത നിലനിന്നും ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിഭവങ്ങളെ വിവേകപൂർവ്വം വിനിയോഗിക്കുവാൻ സഹായിക്കണമേ. കളങ്കിത ആദായത്തെ വെറുക്കുവാനും നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അവരുമേയ കൃപദാനങ്ങളുടെ കാര്യവിചാരകത്താൽ അത്യുത്സാഹത്തോടും ധന്യമായ ഹൃദയവിശാലതയോടും പ്രവർത്തിപ്പാനും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം പുറപ്പാട് 18-ാം അധ്യായം 13 മുതൽ 27 വരെ. പുറപ്പാട് 18-ാം അധ്യായം 13 മുതൽ 27 വരെ. പിറ്റേന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെ മോശയുടെ അമ്മായിയപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നതെന്ത് എന്ന് അവൻ ചോദിച്ചു. മോശ തൻ്റെ അമ്മായിയപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്ക് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോടുകൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എൻ്റെ വാക്ക് കേൾക്കാം. ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം ഇറക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കുക. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയുമാകും. മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ച് വന്നു. വിഷമമുള്ള കാര്യം അവർ മോശ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെ അവർ തന്നെ തീർക്കും. അതിൻ്റെ ശേഷം മോശ തൻ്റെ അമ്മായിയപ്പനെ യാത്രയച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. പഴയ നിയമവേദഭാഗം ഇവിടെ വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 147-ാം സങ്കീർത്തനം, സാംസ് 147.
ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 147 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പിൻ. യഹോവയെ സ്തുതിപ്പിൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും അവൻ പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ലുമുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്നു. അശ്വബലത്തിന് അവന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദവുമില്ല. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, എപ്പോഴും നയിക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. Today's second lesson is taken from 2 Corinthians chapter 8 verses 1 to 15. 2 Corinthians chapter 8 verses 1 to 15. Our brothers, we want you to know what God's grace has accomplished in the churches in Macedonia. They have been severely tested by the troubles they went through, but their joy was so great that they were extremely generous in their giving, even though they are very poor. I can assure you that they gave us as much as they could, and even more than they could. Of their own free will, they begged us and pleaded for the privilege of having a part in helping God's people in Judea. It was more than we could have hoped for. First, they gave themselves to the Lord, and then by God's will, they gave themselves to us as well. So we urged Titus, who began this work, to continue it and help us continue this special service of love. You are so rich in all you have, in faith, speech, and knowledge, in your eagerness to help and in your love for us. And so we want you to be generous also in this service of love. I'm not laying down any rules, but by showing how eager others are to help, I'm trying to find out how real your own love is. You know the grace of our Lord Jesus Christ. Rich as he was, he made himself poor for your sake, in order to make you rich by means of his poverty. My opinion is that it is better for you to finish now what you have begun last year. You were the first not only to act, but also to be willing to act on with it then and finish the job. Be as eager to finish it as you were to plan it, and do it with what you now have. If you are eager to give, God will accept your gift on the basis of what you have to give, not on what you have not. I am not trying to relieve others by putting a burden on you, but since you have plenty at this time, it is only fair that you should help those who are in need. Then when you are in need and they have plenty, they will help you. In this way, both are treated equally. As the scripture says, the one who gathered much did not have too much, and the one who gathered little did not have too little. Here ends the second lesson. Praise be to God. 3 വിശുദ്ധ യുവക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. പേജ് നമ്പർ 48, ബെനഡിക്കറ്റ്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിന് ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ സർവശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നിയോഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാല ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞുറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞു ശീതമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച വെള്ളവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുവളുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലും മേളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനിൽ നിന്നും പൂഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ,
അത്രയുമല്ല അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഭൂമിയിലെ സഹസ്രങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ചലിക്കുന്ന അതിമിലാന്തികൾ സ്ഥലമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ സകലപറകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ. അവനിന്നും പൂഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. നീതിമാന്മാർ ആത്മാക്കളും ദൈവങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹൃദയശുദ്ധീവിനെയുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹനനയാവസിയാമീശാലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തെ വാഴ്ത്താം. അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Matthew chapter 25 verses 14 to 30. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവൻ 2, ഒരുവൻ 1, ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവന് പോയി നിലത്തൊരു കുഴി ഒഴിച്ചു, യജമാൻ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്നു വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്ന് യജമാനൻ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനൻ, നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു ചെന്നു. നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിൻ്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്തു കൊയ്യുകയും വിതറാത്തിടത്തു ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ. അങ്ങനെയുള്ളവൻ ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കുളരാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നോ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് കാട്ടപ്പള്ളി മിസ്ട്രി ആയിരിക്കുന്ന റവറൻഡ് ജോൺ കെ മാത്യു അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു, നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ജ്ഞാനകീർത്തനം 282, ഹിൻ നമ്പർ 282. Tonight, sing of Lord,
കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധത്തിനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഒരു വിശുദ്ധ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ദാനം നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മക്കളാവുന്ന ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുമ്പോൾ നിന്റെ വചനത്തിൽ കൂടി ഞങ്ങളെ ശക്തീകരിക്കണമേ. വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നിന്റെ വചനം ശ്രമിക്കുമ്പോൾ നിന്റെ വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ ആഴവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കണം സഹായിക്കണം. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോവിഡിൻ്റെ വ്യാപനത്തിൻ്റെ ഈ നാളുകളിൽ നമ്മളൊക്കെ ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ കാട്ടപ്പള്ളി മിഷനായി എനിക്കും നിങ്ങളോട് ചേർന്ന് ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ പങ്കുചേരുവാൻ, ദൈവജനം ധ്യാനിക്കുവാൻ ദൈവം നൽകുന്ന വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സഭയായി നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം എന്നത് കാര്യവിചാരകത്വം, വിഭവങ്ങളുടെ ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള പരിപാലനം, സ്റ്റുവർഡ്ഷിപ്പ്, റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെന്റ്. കാര്യവിചാരകന്മാരായി ദൈവം നമ്മയൊക്കെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുകയാണ്. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന റിസോഴ്സസ്, നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തോടുകൂടി പരിപാലനം ചെയ്യുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു എന്ന ബോധ്യം ഈ നാളുകളിൽ നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. കാര്യവിചാരകത്വം, സ്റ്റുവർഡ്ഷിപ്പിന്റെ ഏറ്റവും കാതലായ അർത്ഥമെന്ന് പറയുന്നത് റെസ്പോൺസിബിൾ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റിയോടുകൂടെ, ഉത്തരവാദിത്വത്തോടുകൂടെ നമുക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങളെ നമ്മൾ ഉപയോഗിക്കുക, അത് കൈകാര്യം ചെയ്യുക. അത് പണം മാത്രമല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയമാകാം, നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്താകാം, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാകാം. എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നൽകിയിരിക്കുന്നതിനെ നമ്മൾ വ്യക്തമായ ഉദ്ദേശത്തോടുകൂടെ, ഉത്തരവാദിത്വത്തോടുകൂടെ പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് നമ്മുടെ ലോകത്തിന് ആവശ്യമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളിലൊക്കെ വ്യക്തമായി കാര്യവിചാരകത്വത്തിൻ്റെ ചിന്തകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാര്യവിചാരകത്വത്തിൻ്റെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെ വിശ്വസ്തയോടുകൂടെ ചെയ്യുന്ന മോശയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു നല്ല ബന്ധം അമ്മായിക്കപ്പനായ യിത്രോയും മരുമകനായ മോശയും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും. ഒരു നല്ല റിലേഷൻഷിപ്പാണ്. മോശ ന്യായപാലനം ചെയ്യുകയാണ്. ജനം കൂടി വന്ന് മോശയ്ക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയങ്ങളിൽ മോശയ്ക്ക് വളരെ മോശ വളരെ ക്ഷീണിതനായി തീരുന്ന അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ യിത്രോ തൻ്റെ മരുമകനായ മോശയോട് പറയുകയാണ്, നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് ഇസ്രായേൽ ജനത്തിൽ നിന്ന് കഴിവും സാമർഥ്യവും ദൈവകൃപയുമുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അധിപന്മാരായി നിയമിച്ച് ഒരു ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി, ഒരു അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. 2 തരത്തിലുള്ള വികേന്ദ്രീകരണമാണ് കാണാൻ കഴിയുന്നത്, ഷെയറിംഗ് ആണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, യിത്രോയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ യിത്രോയ്ക്കുള്ള ജ്ഞാനം, എൻ്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ചെയ്യുകയാണ്. ഷെയറിംഗ് ഓഫ് നോളജ്, ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ്. അത് മാത്രമല്ല, അതിലൊക്കെ പ്രാധാന്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് മോശയിൽ നിഷിദ്ധമായിരുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി അത് ഡീസെൻട്രലൈസ് ചെയ്ത് തൻ്റെ സമൂഹത്തിലെ കഴിവുള്ള പ്രഗത്ഭരായ ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യുകയാണ്. ഒരു ഷെയറിംഗ് റിലേഷൻഷിപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഷെയറിംഗ് ലീഡർഷിപ്പ്, ഒരു ലീഡർഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ മരുമകനും അമ്മായിയപ്പനും തമ്മിൽ അമ്മായിയപ്പൻ്റെ അറിവ്
തൻ്റെ മരുമകന് പകർന്നു കൊടുക്കുക. അത് വ്യക്തമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ മോശ പ്രവർത്തിക്കുകയാണ്. മോശ യിത്രൂ പറഞ്ഞതുപോലെ അധിപന്മാരെ തിരഞ്ഞെടുത്ത് അവരെ അധികാരം കേന്ദ്രീകരിച്ച് അവരെ തൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു സെൻട്രലൈസേഷനിൽ നിന്ന് അവരെ ഒരു ഡീസെൻട്രലൈസ്ഡ് ലീഡർഷിപ്പിലേക്ക്, ഡീസെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റിയിലേക്ക് ഈ ജനസമൂഹത്തെ നയിക്കുകയാണ്. അപ്പോൾ ജനത്തിന് സമാധാനവും നീതിയും ലഭ്യമാകുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുകയാണ്. ആ സമൂഹത്തിലുള്ള എല്ലാവരുടെയും ഒരു പങ്കാളിത്തം നമുക്ക് ഈ കാര്യവിചാരകത്വത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നത് ദൈവം നൽകിയതായ അധികാരം, ദൈവം നൽകിയതായ ലീഡർഷിപ്പ്, അത് ഒരു പാർട്ടിസിപ്പേഷനോടുകൂടെ പങ്കുവെച്ച് ഉപയോഗിക്കുന്ന, അതിൻ്റെ പങ്കുവെച്ച് അനുഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങളാകാം, നമുക്ക് നൽകിയിരിക്കുന്ന അറിവുകളാകാം, അതൊക്കെ പങ്കുവെച്ച് നമുക്ക് ആ പങ്കുവെക്കലിൻ്റെ ബ്യൂട്ടി അനുഭവിക്കുവാൻ സാധിക്കട്ടെ. രണ്ടാമതായി നാം വായിച്ചു കേട്ട ലേഖന ഭാഗത്തിലേക്ക് നിന്ന് ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാമത്തെ അധ്യായം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുകയാണ്. മക്കദോനിയ സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഈ അധ്യായത്തിൽ പറയുക, 8-ാമത്തെ അധ്യായത്തിൽ മക്കദോനിയ സഭയുടെ ജനറോസിറ്റി, അവരെ നിർലോഭമായി നൽകിയതായ അവരുടെ ദാനത്തെക്കുറിച്ച് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ നാം കാണുന്ന രണ്ടാമത്തെ ഷെയറിംഗ് എന്ന് പറയുന്നത് ഷെയറിംഗ് ഓഫ് ഇക്കോണമി. അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന സാമ്പത്തിക വിഭവങ്ങളെ പങ്കുവെക്കുകയാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ മോശ തൻ്റെ ലീഡർഷിപ്പ്, തൻ്റെ അധികാരം പങ്കുവെക്കുകയാണ്. ഇവിടെ ദൈവം അവർക്ക് നൽകിയ റിസോഴ്സസ് അവർ പങ്കുവെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആദിമ സഭയുടെ ചരിത്രം നമുക്ക് വ്യക്തമാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും ഒക്കെ നമുക്ക് നൽകുന്നതായ സൂചന എന്ന് പറയുന്നത് ആദിമസഭ ഒരു പങ്കുവയ്ക്കലിൻ്റെ സഭയായിരുന്നു. ഇവിടെ ആദിമസഭ, ആദിമ ജനങ്ങൾ, ആദിമസഭാ വിശ്വാസികൾ നൽകിയിരുന്നത് they have given according to the need of the people. ജനത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നൽകിയിരുന്നതായ ഒരു സഭയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി എന്നാണ് പറയുന്നത്. പ്രാപ്തി പോലെ പ്രാപ്തിക്ക് മീതെ സ്വമേധയാ കൊടുത്ത ഒരു വിശ്വാസ സമൂഹമാണ് മക്കദോനിയ സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സസ് ഉണ്ട്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്, നമുക്ക് നൽകിയിരിക്കുന്ന ബ്ലെസ്സിങ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സുവിശേഷ പ്രയാണത്തിൽ മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, നിനക്ക് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, നിനക്ക് നിത്യരാജ്യത്തിൽ അവകാശിയായി തീരണമെങ്കിൽ നിനക്കുള്ളതൊക്കെ വിറ്റ് എതിർത്ത് കൊടുക്കുവാൻ ഒരു പങ്കുവെക്കലിൻ്റെ അനുഭവമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്, നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സസ് നമ്മൾ എത്രമാത്രം പങ്കുവെക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സസ് കൂട്ടിവെക്കുവാനുള്ളതല്ല, അത് പങ്കുവെക്കുവാനുള്ളതാണ് എന്ന ചിന്തയാണ് ഇവിടെ കർത്താവ് നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, UN പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ലോകത്തിലുള്ള 80% റിസോഴ്സസ് 20% ആളുകൾ ഉപയോഗിക്കുന്നു, റിച്ച് പീപ്പിൾ ഉപയോഗിക്കുകയാണ്. 20% ഓഫ് റിസോഴ്സസ് 80% ആയിട്ടുള്ള പൂർ പീപ്പിൾ ഉപയോഗിക്കുന്നു എന്ന UN സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. മനസ്സിലാക്കണം, ഈ ലോകത്തിലുള്ള ദൈവം നമുക്ക് സൃഷ്ടിച്ച് നൽകിയിരിക്കുന്ന റിസോഴ്സസ് നമുക്കെല്ലാവർക്കും സുലഭമായി ദൈവം സൃഷ്ടിച്ച് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ അത്യാഗ്രഹമൊക്കെ ഇന്ന് അതിന് വലിയ ഒരു മാറ്റം വരുത്തി. ഇന്ന് എല്ലാവരും സ്വരൂപിച്ചു കൂട്ടുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്. അതുകൊണ്ട് ഇന്ന് ഈ കാര്യവിചാരകത്വം, വിഭവങ്ങളുടെ ഉത്തരവാദിത്വത്തോടുള്ള പരിപാലനം നമുക്ക് നൽകുന്നത് എനിക്കും നിങ്ങൾക്കും ഉള്ളത് കൂട്ടിവെക്കുവാനുള്ളതല്ല, അത് പങ്കുവയ്ക്കുവാനുള്ളതാണ് എന്ന ചിന്തയാണ്.
പ്രത്യേകിച്ച് ഞങ്ങളെ മിഷൻ വയലിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മിഷൻ പ്രയാണത്തിൽ പ്രത്യേകിച്ച് ഹൈദരാബാദ് സഭയും മറ്റ് സഭകളും മറ്റ് പ്രിയപ്പെട്ടവരും ഒക്കെ നിങ്ങൾക്കൊക്കെ ദൈവം നൽകുന്നതായ ഇക്കണോമിക് റിസോഴ്സസ്, നിങ്ങൾക്ക് ദൈവം നൽകുന്ന ബ്ലെസ്സിങ്സ്, അത് ഞങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിയിൽ പങ്കാളികളായി തീരുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ കൊറോണയുടെ നാളുകളിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സസ് അത് പങ്കുവയ്ക്കുവാൻ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട്, ഷെയർഡ് ഇക്കോണമിയായി അതിസഭയുന്നതുപോലെ നമുക്കും നാളുകളിൽ നിൽക്കാം. അതിനായിട്ട് ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമതായി ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. സുവിശേഷ വേദഭാഗത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി താലന്തുകളുടെ ഉപമ പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ് താലന്തുകളുടെ ഉപമ എന്നത്. താലന്തുകളുടെ ഉപമയിൽ ഇവിടെ യജമാനൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് പല ക്വാണ്ടിറ്റിയിലുള്ള തലന്തുകളാണ് നൽകി കടന്നു പോകുന്നത്. പല ക്വാണ്ടിറ്റിയിലുള്ള ടാലൻസ് നൽകുകയാണ്. ഇൻ ഡിഫറെൻറ്റ് റേഷ്യോസ്, ടാലൻസ് ആർ ഗിവൺ ഇൻ ഡിഫറെൻറ്റ് റേഷ്യോസ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കണം, നമുക്ക് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ ഒരുപോലെ ആകണമെന്നില്ല, ഒരേ ക്വാണ്ടിറ്റിയിലാകണമെന്നില്ല. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ടാലൻസ് നാം എത്രമാത്രം ക്വാളിറ്റിയോടുകൂടി ചെയ്യുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിൽ ലോകം കടന്നു പോകുമ്പോൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ടാലൻസ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ എങ്ങനെ നാം വിനിയോഗിക്കുന്നു ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ താലന്തുകൾ കിട്ടിയതായ ഓരോ ദാസന്മാരും 5 താലന്ത് കിട്ടിയവൻ അത് 10 ആക്കി, 2 താലന്ത് കിട്ടിയവൻ അത് 4 ആക്കി മാറ്റി, 1 താലന്ത് കിട്ടിയവൻ അത് കുഴിച്ചിട്ട് അവൻ മടിയനായി തിരികെയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നൽകിയിരിക്കുന്ന താലന്ത് എന്താകുന്നു എന്ന് ഉള്ള ഒരു തിരിച്ചറിവ് ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു ദൈവം നമുക്ക് നൽകിയതായ ടാലൻസ് അത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവർ തിരിച്ചറിയുന്നതിനപ്പുറമായി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ടാലൻറ്റ് എന്താണ്, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ടാലൻറ്റുകൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ, ആ ടാലൻറ്റുകൾ ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് 3 ചിന്തകളാണ് ഞാൻ പങ്കുവെച്ചത്. ഒന്ന്, മോശ തൻ്റെ ജീവിതത്തിൽ അധികാരത്തിൻ്റെ ഷെയറിങ് ചെയ്ത മനുഷ്യനായിരുന്നു, ഷെയർഡ് ലീഡർഷിപ്പ്. രണ്ടാമതായി ഷെയർഡ് ഇക്കോണമി ആയിരുന്നു. 3, ഷെയർഡ് ടാലൻസ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ടാലൻസ് വ്യത്യസ്തങ്ങളാണ്, വ്യത്യസ്ത റേഷ്യോകളിലാണ്. എന്നാൽ അത് എത്രമാത്രം വ്യക്തതയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ, ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മൾ ക്വാളിറ്റിയോടുകൂടി ഉപയോഗിക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളാകാം, സമയമാകാം, സമ്പത്താകാം, ബ്ലെസ്സിങ്സ് ആകാം, അത് ഉത്തരവാദിത്വത്തോടുകൂടെ മറ്റുള്ള നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. പേജ് നമ്പർ 55. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവനെ ഉത്തരനാർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിന് കന്യകനിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചുയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ളതായ ദൈവത്തിനടുത്ത് വാത്തിരിക്കുന്നു. അവിടെ ഞങ്ങളവരെയും മരിച്ചവരെ നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാവമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ബർത്ത്ഡേ മാസ്റ്റർ ജോയൽ തോമസ്, സച്ചിൻ എബ്രഹാം വർഗീസ്,
മിസ് സെലിൻ എബ്രഹാം, മിസ്റ്റർ ജെറോം വർഗീസ്, മിസ്റ്റർ ബിജു ജോർജ്. നമുക്ക് പ്രാർത്ഥിക്കാം. Inayolam tunachone, ineyum tunakar, ihadu kerechayomni, hiyenit kabraham. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം എന്ന വിശുനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജനനം മുതൽ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഭൂമിയുടെ പരപ്പിൽ എൻ്റെ നാഥൻ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥനെ. കഴിഞ്ഞ കാലങ്ങളിൽ സർവശക്തനായ ദൈവം അവിടുത്തെ പ്രിയ മക്കളെ വഴി നടത്തിയ വിധങ്ങളെ ഓർക്കുന്നു. ദൈവമായ കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധി, ജ്ഞാനം, വിവേകം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മക്കളെല്ലാം അവിടെ അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. വെഡ്ഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ എബ്രഹാം വി സി. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വിവാഹവാർഷികം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഭൂമിയുടെ പരപ്പിൽ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയം ജീവിപ്പാൻ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കഴിഞ്ഞകാല ജീവിതത്തിൽ രോഗാക്ഷീണാവസ്ഥകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ആഞ്ഞടിച്ചപ്പോൾ എൻ്റെ കർത്താവ് ഉള്ളംകരത്തിൽ വഹിച്ച് വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷം പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നല്ലത് വരുവാനിരിക്കാനുള്ള ഉത്തമ ബോധ്യം അവിടുത്തെ പ്രിയ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. നിൻ്റെ ഓരോ മക്കളെയും സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. Let us bow down our heads in prayer. Let us thank the Lord for this beautiful Sabbath morning where we have come to His presence, rested and alive. Let us thank God for the new and innovative ways we get to worship our King. May we ask Him to bless us, to help us renew and strengthen our faith in these uncertain times. Let us pray about the global pandemic that has struck this world. Father, heal this world and teach us how to tide through this adversity. Let us pray for all those who have been affected by corona. Father, heal them, O Lord, and renew their strengths. Let us pray for the doctors, the nurses, and every frontline workers who are working tirelessly through these hard times. Renew their strength, O Lord. Give them enough motivation to keep working and doing their duty with utmost sincerity. At this time, let us especially pray for our leaders of this world. Give them enough wisdom, O Lord, and strength of character to make the right decisions at the right time.
There are many, O Lord, who are facing extreme hardships through this time. Many have lost jobs, have gone hungry. Many are away from their families and are facing severe mental health issues. Father, only you can be our solace during this time. Heal us, O Lord. Open our eyes to the hardship of our neighbor, and may we never turn a blind eye to them. Let us pray for people who are also facing other health issues and are not being able to get proper treatment. Let us pray for our church members who are facing health issues, especially Mrs. Mercy David, Mr. T.V. Varghese, Mr. Rajan John. Father, heal them, renew their strengths as they profess and testify your healing power. We thank you, Lord, for our Achin, our Kuchama and his family. May you minister through them. Help them to steward your church towards these uncertain times. Let us pray for all those who hold offices of all kind, be it in our church, our nation, or the world. Help them, Lord, to do their work with utmost dedication, honor, and a spirit of eagerness, realizing that what they do matter in the order of things and the glorification of our Lord. Let us thank the Lord for our missionaries and pastors who work tirelessly for the spreading of the gospel, often in very dangerous circumstances. Be thy guiding force, O Lord. Let us pray for ourselves. Help us, Father, to not be overwhelmed with the happenings of this world. Teach us to live our faith and not be paralyzed by fear at times, but spring into action. Show us avenues to work, O Lord, and contribute to the mitigation of this crisis through our knowledge, our financial resources, our time, and our heartfelt prayers. Keeping all this in mind, let us turn to page 16 for the second litany. Your response after each verse would be, Lord, have mercy. Lord, have mercy. For the peace that is from above and for the salvation of our souls, let us pray to the Lord. Lord, have mercy. For the peace of the whole world, for the welfare of God's holy churches, and for the union of all, let us pray to the Lord. Lord, have mercy. For our bishops and all other ministers, especially our moderator, our bishops, and the moderator of the Church of North India, and the Metropolitan of the Marthoma Church, that with a good heart and a pure conscience they may accomplish their ministry. Let us pray to the Lord. Lord, have mercy. For the President of our Republic, the Prime Minister, the Governor of our state, the Chief Minister, and all those who serve in the government, let us pray to the Lord. Lord, have mercy. For the sick, the suffering, the sorrowful, and the dying, let us pray to the Lord. Lord, have mercy. For the poor, the hungry, the orphans and the widows, and them that suffer persecution, let us pray to the Lord. Lord, have mercy. For ourselves and all those who confess the name of Christ, that we may show forth the excellencies of Him who called us out of darkness into His marvelous light, let us pray to the Lord. Lord, have mercy. That with all His servants who have served Him here and are now at rest, we may enter into the fullness of His unending joy. Let us pray to the Lord. Lord, have mercy. Let us pray. Almighty God, the fountain of all wisdom, who knows our necessities before we ask and our ignorance is asking, we ask you to have compassion upon our infirmities and those things which for our unworthiness we dare not, and for our blindness we cannot ask.
vouchsafe to give us for the worthiness of your Son, Jesus Christ our Lord. Amen. Amen. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം താമരുള വാഗ്ദത്തം പോൽ ദയവായി വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥപിതാവേ, നല്ലതും മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ കൂടുവാൻ സാധിക്കുന്നില്ല എങ്കിലും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അങ്ങേ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ സ്വർഗീയ നന്മകളാൽ ഞങ്ങൾ ഓരോരുത്തരെയും ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഈ നാളിൽ ഞങ്ങൾക്ക് നേർത്തു നൽകുന്ന അഭിമന്യ ബിഷപ്പുമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തോമസ് കെ ഉമ്മൻ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. AC സോളമൻ രാജ് തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷവേലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൈദരാബാദ് CSI സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ സമൂഹത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥനെ. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴയുടെ അവസ്ഥയിൽ മുൻമഴയാൽ അനുഗ്രഹപൂർണ്ണമാക്കുന്ന കർത്താവ് അവിടുത്തെ പ്രിയമക്കളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, വാർദ്ധക്യ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വചനം പങ്കുവെച്ച അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നാഥനെ. ഞങ്ങളുടെ ചെറുപൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാലാരിഷ്ടയിൽ നിന്നും പൈശാചിക ബന്ധനത്തിനും രോഗബന്ധനങ്ങൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബസ്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, പല കാരണങ്ങളാൽ, പ്രയാസങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളെല്ലാം കരുണയോടെ ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 സമൂഹ യൗവനത്താൽ കർത്താവെ, പലരും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതം അനുഭവിക്കുമ്പോൾ നല്ലവനായ യേശു കർത്താവെ, പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് സ്തോത്രം. ഈ നാളിൽ കർത്താവെ, ഞങ്ങളുടെ പുതിയ ആലയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുന്ന കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളെല്ലാം കരുണയോടെ ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും
അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നതിനെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ പുനരാരംഭിക്കുന്നു. നിൻ്റെ മക്കളെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കർത്താവ് ടീച്ചേഴ്സായി പ്രവർത്തിക്കുന്ന നിൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സുഖപോലം ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകർത്താവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളാകുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസം സംസർഗവും നാം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെയും നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.